എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവിടെയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കോഴിക്കോട് നടന്ന ബസ്സിൽ നടന്ന ഒരു വീഡിയോയുമായിട്ട്. പാവം ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അയാൾ സത്യത്തിൽ ഒരു നിരപരാധിയാണ്. അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിച്ചുകൊണ്ട് സഹിക്കാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ഈ വീഡിയോ കാണുമ്പോൾ അത് മനഃപൂർവ്വം ആ കുട്ടി വീഡിയോ എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പെൺപിള്ളേർക്ക് നല്ല ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്ത് ആണുങ്ങളുടെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടയാക്കാൻ അതൊരു ന്യായമായ ഒരു കാര്യമാണോ? ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ചെറിയ തോതിൽ. ഇതൊരിക്കലും ഭയങ്കര പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ആ കുട്ടി ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ കുട്ടിൻ്റെ കൈ ആ മുട്ടുന്ന ഒരു സമയത്ത് അയാൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു പടി അങ്ങോട്ട് മാറി നിൽക്കുന്ന ആ ഒരു വിഷ്വലും കൂടി അതിൽ കാണുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ഒരു മുഖത്തൊരു ചലനം കൂടി ഇല്ലാതെ ആ വീഡിയോ പകർത്താൻ നോക്കുകയാണ്. അത് പോട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് വേറൊരു വീഡിയോ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അതാണ് അയാളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഒരു ജീവൻ പൊലിഞ്ഞു, അത്രമാത്രം. ഈ കുട്ടിക്ക് ഇനിയൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുമായിരിക്കാം ഗവൺമെൻറ്, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കുമായിരിക്കാം. പക്ഷേ വീഡിയോ വൈറലിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ യൂട്യൂബിൽ ഇഷ്ടംമാതിരി അതല്ലാതെ കോമഡി സീനുകളും പല തരത്തിലുള്ള വൈറലാവാനുള്ള അവനവൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മാതിരിയൊക്കെ ചെയ്ത് വൈറലാക്കാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാതെ ഫീൽ ചെയ്ത ഒരു സംഭവമായതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങൾ ഇനിയും ബോധരാവണം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇനി ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല.